ഒട്ടും പതിവില്ലാതെ വളരെ നേരത്തെ എണീറ്റ് നമ്മളൊരു സ്ഥലത്തേക്ക് ഇന്ന് പോകാൻ പോവുകയാണ്. നിങ്ങൾ ഇതിനകത്ത് വലിയൊരു മനുഷ്യൻ ചരിച്ചു വെച്ചെടുത്തപ്പം സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 5:30-6 മണിയെ കണ്ടിട്ട് കാലങ്ങളായി. ബൈ ദ വേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോളും അടിച്ചു, പിന്നെ സ്കൂട്ടറിൽ കാറ്റൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ അവിടുന്ന് വണ്ടി ഓടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ആലോചിച്ചേ, കയ്യിൽ കാശൊന്നുമില്ല. അങ്ങനെ ഒരു ATM നിർത്തി ആവശ്യമുള്ള കാശ് കുറച്ചെടുത്ത് കൈ വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തൊന്നും കഴിച്ചതും കുടിച്ചതൊന്നുമില്ല. അതുകൊണ്ട് പോകുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തി 2 ചായ വീതം കുടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് രാവിലെയും കൂടെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിന്നെ സമാധാനമായിട്ട് നമ്മുടെ നേച്ചറിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല സാവധാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി വ്യൂസ് കാണുമ്പോൾ വണ്ടി നിർത്തും, ഫോട്ടോ എടുക്കും. സ്കൂട്ടറിലാണ് വന്നുകൊണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ആസനം വരുത്തൊരു പരുവായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തും, ഒന്ന് റിലാക്സ് ആകും, റെസ്റ്റ് എടുക്കും, വീണ്ടും പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പൊന്മുടി പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, കയറ്റമായാലും പിന്നെ ഓരോ ഹെയർപിൻ വളവുകളായാലും എല്ലാം നല്ല രീതിയിൽ നല്ല സൂപ്പർ ഡേഞ്ചറാണ്. ഈ വ്യൂ ഒന്ന് നോക്കിയേ നിങ്ങൾ, എന്ത് രസമാണല്ലേ ഇത് കാണാൻ. അങ്ങനെ നമ്മൾ ഫൈനലി പൊന്മുടി എത്തി ഗൈസ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ വിചാരിച്ച ഇവിടെ ഒരു മലയെ കാണത്തോളം, പക്ഷേ ഇവിടെ 2-3 മലകളോളം ഉണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട് പൊന്മുടി? നമ്മളിവിടെ വന്നത് സീസൺ ടൈമിലൊന്നും അല്ല, എന്നാലും ഈ ഒരു വ്യൂ നോക്കി എന്നാ ഭംഗിയാണല്ലോ ഇതും കാണാൻ. നോയിക്കൊണ്ടിരുന്ന നമ്മളിവിടെ നോയിക്കൊണ്ടേ നിൽക്കും. ഇവിടെ എല്ലായിടത്തും അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. ആ ടോപ്പിൽ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരുള്ളതാണ്. നടന്ന് പണ്ടാരോടോ ഇന്നലെ തൊട്ട് കൂടെ ഇറങ്ങിയെന്നാണ്. കയറി വരുമ്പോഴുള്ള ഈ ഭാഗത്താണ് ബസ്സും കാറൊക്കെ പാർക്ക് ചെയ്യുന്നത്. ബൈക്കാണെങ്കിൽ തൊട്ട് സൈഡിലും. നല്ല സൂപ്പർ വെയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ മൊത്തവും കറങ്ങി നടന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ കയറാൻ പറ്റുന്ന എല്ലാ മലയും കയറി. ആദ്യത്തെ മലയാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ ഭാഗത്തും കുറച്ച് ആൾക്കാർ വീതം നിൽപ്പുണ്ട്. അങ്ങനെ ഇവിടുത്തെ സഞ്ചാരം കഴിഞ്ഞു ഇവിടുന്ന് വണ്ടി തിരിച്ചു. ഞങ്ങൾ പൊന്മുടിയിലോട്ട് വരുന്ന വഴി കണ്ടായിരുന്നു എന്തൊരു വാട്ടർഫാൾ. അങ്ങനെ തിരിച്ചു പോകാൻ നേരം അങ്ങോട്ടൊന്ന് കയറി. പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരാൻ ഒരു പാടുമില്ലായിരുന്നു. ചുമ്മാ വണ്ടി കയറി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഓടി താഴെ എത്തി. എന്തായാലും തിരിച്ചിറങ്ങുമ്പോൾ അങ്ങോട്ട് കയറുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ വേണം. കാര്യം എന്ന് വെച്ചാൽ മൊത്തം കുത്തിറക്കമല്ലേ. അങ്ങനെ ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫാൾസിലെത്തി. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ വണ്ടിയും കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ദൂരം നേരെ പോകുമ്പോൾ ഫാമിലിക്കും കുട്ടികൾക്കെല്ലാം കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് കുളിക്കുകയോ ഫോട്ടോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ അവിടെ നിന്നപ്പോൾ കുറച്ച് പേര് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അവിടെ എന്തോ വെള്ളച്ചാട്ടമുണ്ട്, സൂപ്പറാണ്, അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇതാ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് അത് കയറി തുടങ്ങി. ഓൾമോസ്റ്റ് 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നടന്ന് കയറി ഊപ്പാടും ചാപ്പാടും വന്നു. പക്ഷെ പോകുന്ന വഴി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കൂടെ ഇച്ചിരി വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ പാലം പോലെ ക്രോസ് ചെയ്ത് പോകുന്നതും പിന്നെ നമ്മൾ ട്രക്കിങ് ചെയ്യുന്ന പോലെ കയറി പിടിച്ച് കയറി പോകുന്നതും എല്ലാം നല്ല രസമായിരുന്നു. എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി ഗൈസ്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. ഇത്ര കഷ്ടപ്പെട്ട് നടന്ന് കയറി വന്ന് കാണുന്നതിൻ്റെ അത്ര വെർത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര ഫീൽ ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല, വലിയ തിരക്കേടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നടക്കണമല്ലോ എന്ന സങ്കടത്തോടെ ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ച് യാത്രയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി പുതിയൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നന്നായിരുന്നു. പുതിയ ഇത് കണക്കത്തെ വീഡിയോ ഇടാനും പുതിയ കണ്ടന്റുകൾ ചിന്തിക്കാനും എനിക്കൊരു പ്രചോദനമായേനെ.